നമസ്കാരം. ഇന്ന് വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ദാരിയാവേശ് രാജാവ് രാജ്യത്തുടനീളം ഗവർണർമാരെ നിയമിച്ചു. രാജാവ് ദാനിയേലിനെയും മറ്റ് 2 ഉദ്യോഗസ്ഥരെയും ഗവർണർമാരുടെ അധിപരാക്കി. മറ്റ് 2 പേരേക്കാൾ സമർത്ഥനാണ് ദാനിയേൽ എന്ന് രാജാവിന് വളരെ വേഗം മനസ്സിലായി. അതുകൊണ്ട് രാജാവ് ദാനിയേലിനെ ഈ പുരുഷന്മാരുടെയും അധിപനാക്കുവാൻ താൽപ്പര്യപ്പെട്ടു. എന്നാൽ മറ്റുള്ളവരാകട്ടെ ദാനിയേലിൻ്റെ ജോലിയിൽ കുറ്റം കണ്ടുപിടിക്കുവാൻ ശ്രമിച്ചു. എങ്കിലും അവർക്കതിന് കഴിഞ്ഞില്ല. എല്ലാ കാര്യത്തിലും വിശ്വസ്തനും ശ്രദ്ധാലുവുമായിരുന്നു ദാനിയേൽ. നമുക്കവൻ്റെ മതം സംബന്ധിച്ചല്ലാതെ ദാനിയേലിൽ ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ കഴിയുകയില്ല എന്ന് അവർ പരസ്പരം പറഞ്ഞു. അങ്ങനെ അവർ രാജാവിനെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു: മഹാരാജാവേ, അങ്ങയുടെ രാജ്യത്തെ പ്രധാന ഉദ്യോഗസ്ഥന്മാരായ ഞങ്ങൾ ഒരു കാര്യം അങ്ങയോട് അപേക്ഷിക്കുന്നു. 30 ദിവസത്തേക്ക് അങ്ങയോടല്ലാതെ ആരും ഒരു ദേവനോടും പ്രാർത്ഥിക്കരുതെന്ന് കർശനമായ നിയമം പുറപ്പെടുവിക്കണം. ആരെങ്കിലും അനുസരണക്കേട് കാണിച്ചാൽ അവനെ സിംഹങ്ങൾ നിറഞ്ഞ ഗുഹയിൽ തള്ളിയിടണം. അങ്ങ് ഈ കൽപ്പനയിൽ ഒരിക്കൽ ഒപ്പിട്ടാൽ പിന്നെ ആർക്കും നീക്കം ചെയ്യാനാവാത്ത നിയമമായി അത് ഈ രാജ്യത്ത് നിലനിൽക്കും എന്നു ഞങ്ങൾക്കറിയാം. അങ്ങനെ രാജാവ് കൽപ്പന ഒപ്പിട്ടു. ദാനിയേൽ ഈ ഉത്തരവ് കേട്ടപ്പോൾ തൻ്റെ മാളിക മുറിയിൽ കയറിപ്പോയി. അവൻ മുട്ടുകുത്തി പതിവ് പോലെ ജനാലകൾ യെരുശലേമിന് നേരെ തുറന്നിട്ട് ദിവസം 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദാനിയേലിൻ്റെ ശത്രുക്കൾ അവൻ തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ദാനിയേലിനെതിരെ രാജാവിനോട് പരാതിപ്പെട്ടു. അവർ പറഞ്ഞു: മഹാരാജാവേ, അടുത്ത 30 ദിവസത്തേക്ക് അങ്ങയോടല്ലാതെ ഏതെങ്കിലും ദേവനോട് പ്രാർത്ഥിക്കുന്നവനെ സിംഹങ്ങളുടെ ഗുഹയിൽ എറിഞ്ഞു കളയുമെന്ന കൽപ്പന അങ്ങ് ഒപ്പിട്ടിട്ടുണ്ടല്ലോ. അതെ, മാറ്റമില്ലാത്ത കൽപ്പന, നിയമമാണത്. രാജാവ് സമ്മതിച്ചു. അതിനുശേഷം അവർ രാജാവിനോട് പറഞ്ഞു: യഹൂദയിൽ നിന്ന് വന്ന ദാനിയേൽ എന്ന മനുഷ്യൻ മഹാരാജാവിൻ്റെ കൽപ്പന അനുസരിക്കുന്നില്ല. അവൻ്റെ ദൈവത്തോട് ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടപ്പോൾ രാജാവിന് ദേഷ്യമായി. ദാനിയേലിനെ രക്ഷിക്കാൻ രാജാവ് ദുഃഖിതനുമായി. രാജാവിന് ദാനിയേലിനെ രക്ഷിക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ടായി. അതിനൊരു പരിശ്രമം നടത്തി. സൂര്യാസ്തമയം വരെ രാജാവ് അതിന് ശ്രമിച്ചുകൊണ്ടിരുന്നു. പിന്നെയും ആ പുരുഷന്മാർ മടങ്ങിവന്ന് രാജാവിനോട് പറഞ്ഞു: രാജാവേ, അങ്ങയുടെ നിയമം വ്യത്യാസപ്പെടുത്തിക്കൂടാ. ഇത് രാജ്യത്തിൻ്റെ നിയമമാണ്. അങ്ങനെ രാജകൽപ്പന പ്രകാരം ദാനിയേലിനെ സിംഹങ്ങൾ നിറഞ്ഞ ഗുഹയിൽ എറിഞ്ഞു. രാജാവ് ദാനിയേലിനോട് പറഞ്ഞു: നീ വിശ്വസ്തയോടെ സേവിക്കുന്നതിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ. ഗുഹ ഒരു കല്ലുകൊണ്ട് മൂടുകയും ആരും ദാനിയേലിനെ രക്ഷിക്കാതിരിക്കാൻ രാജമുദ്ര വെക്കുകയും ചെയ്തു. രാജാവ് തിരികെ കൊട്ടാരത്തിലേക്ക് പോയി. ആ രാത്രിയിൽ രാജാവിന് ഭക്ഷിക്കുവാനോ ഉറങ്ങുവാനോ ഒന്നിനും സന്തോഷിക്കുവാനോ കഴിഞ്ഞില്ല. രാജാവ് അതിരാവിലെ എഴുന്നേറ്റ് ഗുഹയ്ക്കരികിലേക്ക് ഓടിയെത്തി. എന്നിട്ട് പതറിയ സ്വരത്തിൽ ഉറക്കെ വിളിച്ചു ചോദിച്ചു: ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നീ വിശ്വസ്തയോടെ സേവിക്കുന്നതിൻ്റെ ദൈവത്തിന് നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിഞ്ഞുവോ? ദാനിയേൽ മറുപടി പറഞ്ഞു: മഹാരാജാവിന് ദീർഘായുസ്സുണ്ടായിരിക്കട്ടെ. ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു. അതുകൊണ്ട് അവ എന്നെ ഉപദ്രവിച്ചില്ല. ഞാൻ ദൈവത്തിനോ രാജാവിനോ എതിരായി ഒന്നും പ്രവർത്തിച്ചില്ലെന്ന് ദൈവത്തിന് അറിയാമായിരുന്നത് കൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്തത്. രാജാവിന് വളരെ സന്തോഷമായി. ദാനിയേലിനെ കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഉത്തരവിട്ടു. അങ്ങനെ അവർ അവനെ പുറത്തു കൊണ്ടുവന്നു. ദാനിയേൽ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് അവനൊന്നും സംഭവിച്ചില്ല എന്ന് അവർ കണ്ടു. അതിനുശേഷം രാജാവ് ദാനിയേലിനെ അപമാനിച്ചവരെ പിടിച്ചുകൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു. അവരെ ഭാര്യമാരോടും മക്കളോടും കൂടെ സിംഹങ്ങൾ നിറഞ്ഞ കുഴിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അവർ ഗുഹയുടെ അടിയിൽ എത്തും മുമ്പേ തന്നെ സിംഹങ്ങൾ അവരെ ചാടിപ്പിടിച്ച് അസ്ഥികൾ ഒടിച്ചു കളഞ്ഞു. പിന്നീട് ദാരിയാവേശ് രാജാവ് എല്ലാ ജനങ്ങൾക്കും ഇങ്ങനെ എഴുതി: വന്ദനം. എൻ്റെ സാമ്രാജ്യത്തിൽ എല്ലാ ജനങ്ങളും ദാനിയേലിൻ്റെ ദൈവത്തെ ബഹുമാനിക്കണം എന്നും ഞാൻ കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവമാകുന്നു. അവൻ നിത്യമായി ഭരണം നടത്തും. അവൻ്റെ രാജ്യം ഒരു നാളും നശിച്ചു പോകുകയില്ല. അവൻ്റെ ശക്തി ഒരു നാളും അവസാനിക്കുകയുമില്ല. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ സ്വർഗത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളും അതിശയങ്ങളും പ്രവർത്തിക്കുന്നു. സിംഹങ്ങളാൽ കൊല്ലപ്പെടാതെ അവൻ ദാനിയേലിനെ രക്ഷിച്ചു. അങ്ങനെ തുടർന്ന് ദാരിയാവേശ് രാജാവ് രാജാവിൻ്റെ കാലത്ത് ദാനിയേൽ കാര്യങ്ങൾ ഭംഗിയായി നടത്തി രാജാവിന് സേവ ചെയ്തു. ഇത് വിശുദ്ധ ബൈബിളിൽ ദാനിയേലിനെ പറ്റിയുള്ള
ഒരു സംഭവകഥയാണ്. ഇത് എത്രമാത്രം. നന്ദി, നമസ്കാരം.